നമ്മൾ ശരിയായി കേരളത്തിന്റെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സംഭവത്തോടു കൂടിയാണ്. അതായത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അതൊരു ഇസ്ലാം മതത്തിന്റെ പ്രതികരണമൊന്നുമല്ല ഒരാളുടെ കൈവെട്ടി. അത് ആ മതവിശ്വാസം സൂക്ഷിക്കുന്നവരില് വളരെ ന്യൂനപക്ഷമായ ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടാണ്. ആ തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടിനെ ഇസ്ലാമിക നിലപാടാക്കി അവതരിപ്പിക്കാൻ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് സാറിന്റെ കൈ വെട്ടിയത് ഇസ്ലാമിക നിലപാടാണെന്ന് പറഞ്ഞ ഒരു പക്ഷേ ഞാൻ യോജിക്കില്ല. കാര്യം ജോസഫ് സാറിന്റെ കൈ വെട്ടിയതല്ല ഇസ്ലാമിക നിലപാട്. ഇസ്ലാമിക നിലപാട് എന്താണെന്ന് ഇന്ന് മുസ്ലിങ്ങളുടെ എല്ലാവരുടെ തലതൊട്ടപ്പനായ മദനി പറഞ്ഞിട്ടുണ്ട്. ചുമ്മാലിപ്പം അങ്ങ് കിടക്കണതേ അവന്റെ തലയല്ലായിരുന്നു വെട്ടേണ്ട, കഴുത്തായിരുന്നു എന്ന് പറഞ്ഞ മദനി. അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട്, മുസ്ലിങ്ങളുടെ യഥാർത്ഥ നിലപാട് അതാണ്. മദനി പറഞ്ഞതാണ് ഖുറാനിലെ പ്രമാണങ്ങൾ വെച്ചുള്ള നിലപാട്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിന് ചെറിയ കാര്യം ഇല്ലാതില്ല. ജോസഫ് സാറിന്റെ കൈവെട്ടുക എന്നുള്ളത് ചില തീവ്രവാദികളുടെ നിലപാടായിരുന്നു, അല്ല ഇസ്ലാമിന്റെ മുഴുവൻ നിലപാടല്ല. ഇസ്ലാമിന്റെ മുഴുവൻ നിലപാട് എന്താണെന്ന് മദനി ആശാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കൈയല്ലായിരുന്നു വെട്ടേണ്ടത്, അവന്റെ കഴുത്തായിരുന്നു വെട്ടേണ്ടത് എന്ന് കൃത്യമായ തെളിവും ഉദാഹരണ സഹിതവും പ്രവാചകന്റെ ചര്യകൾ പറഞ്ഞുകൊണ്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മദനി ഉസ്താദിന്റെ പ്രസംഗം ലോകം മുഴുവൻ കേട്ടാണ്. ഞാനും പല പ്രാവശ്യം കേൾപ്പിച്ചതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇവിടെ ബിഷപ്പ് പറയുന്നത് ജോസഫ് സാറിന്റെ കൈവെട്ടിയ മുതലാണ് ഈ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടായത്. ഓക്കെ, അത് ശരിയാണ്. അങ്ങനെ ഒരു സംഭവം മൂലമാണ് ക്രിസ്ത്യാനികൾ കൂടുതൽ ഈ വാൾ ഇത്രയും കാലം ഒരു സ്റ്റോറി ബുക്കിലെ വാളായിരുന്നു, അത് പേപ്പർ വാളായിരുന്നു. അത് യഥാർത്ഥത്തിലൊരു വാളാണ്, നമ്മുടെ ശരീരം മുറിക്കുന്ന ഒരു വാളാണ് ഈ ജിഹാദ് എന്ന് മനസ്സിലായത് ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പോഴാണ്. അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ അത് ഇസ്ലാമിൻ്റെ നയമല്ല, ഇസ്ലാമിലെ ചില തീവ്രവാദികളുടെ നയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു എന്താ പറയുക രക്ഷപ്പെടൽ തന്ത്രമാണ് ഇദ്ദേഹം ആവർത്തിക്കുന്നത്. എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. ഈ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തെ വെള്ളപൂശാനിരിക്കുന്ന മൊല്ലാക്കയുടെ നിലവാരത്തിലേക്ക് താങ്കൾ താഴേണ്ട യാതൊരു കാര്യമില്ല. താങ്കൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മതമേലധ്യക്ഷന്മാരിൽ ഒരാളാണ്. ഒരു അൽമായനല്ല, ഒരു മുസ്ലിമിനെ പേടിച്ച് വീട്ടിലൊളിച്ചിരിക്കേണ്ട ഗതികേടുള്ളൊരു പാവം ക്രിസ്ത്യാനിയല്ല, ഒരു മുസ്ലിം എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു പാവം ക്രിസ്ത്യാനിയല്ല താങ്കൾ ഒരു മതമേലധ്യക്ഷനാണ്. ആ താങ്കൾ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്ലാം എത്രത്തോളം ഭീകരമായി കേരളത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നേരുദാഹരണമായി പോകുന്നത്. കാര്യം ഒന്നുകിൽ ഈ ഖുറാനകത്ത് പറയുന്ന എല്ലാവരും തെറ്റാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ താങ്കൾ ഭയപ്പെടുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. ജോസഫ് സാറിന്റെ കൈവെട്ടിയത് ഇസ്ലാമികമാണോ അതോ ചില തീവ്രവാദി ഗ്രൂപ്പുകളുടെ സ്വയം ഡിസിഷനാണോ? ഖുറാനിലെ 5-ാമത്തെ സൂറ 33-ാമത്തെ സൂറത്ത് മാഇദ, പേരൊക്കെ കേട്ടാൽ മൈദയിലോ പൊറോട്ട മൈദയല്ല, ഭക്ഷണത്തെളിയ. എന്ത് മനോഹരമായ ഖുറാൻ സൂറ, ഭക്ഷണത്തെളിയ. പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നേ ഉള്ളൂ. തളിയ ഭക്ഷണമാണെങ്കിലും അകത്തിരിക്കുന്ന ഭക്ഷണത്തിന് വാളും ഗതയുമൊക്കെയാണ് അകത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും, അള്ളാഹുവിനോട് പോരാടാൻ പറ്റില്ല, അങ്ങേര് മോളിൽ പോയി കസരപ്പുറത്തിരിക്കുന്ന ആളോട് എങ്ങനെ പോരാടണം? പിന്നെ ഇവിടെ പോരാടുന്ന മുഹമ്മദിനോട് പോരാടിയാലുള്ള ശിക്ഷ എന്താ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുക. അതാണ് മദനി പറഞ്ഞത്. അവന്റെ കൈയല്ല വെട്ടേണ്ടത്, അവന്റെ കഴുത്താണ് വെട്ടേണ്ടതെന്ന് മദനി പറഞ്ഞതാണ് യഥാർത്ഥ ഇസ്ലാം. അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കണമായിരുന്നു. അതിന് കിട്ടിയില്ല, പിടിച്ചു വലിച്ചപ്പോൾ കിട്ടിയില്ല. കിട്ടിയ ഓപ്ഷൻ ഇതാ, അവരുടെ കൈകളും കാലുകളും എതിർവശത്തിൽ നിന്ന് മുറിച്ചു കളയുകയോ ചെയ്യണം. ജോസഫ് സാറിന്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ജോസഫ് സാറിന്റെ കൈയും കാലും ഒരു വെട്ടിയത് വെട്ടിയ സൈഡ്, ഒരേ സൈഡിലെ കൈയും കാലും വെട്ടിയെന്ന് പറഞ്ഞ് മറു സൈഡിലെ കൈ പ്രത്യേകം പിടിച്ചു വെച്ച് വെട്ടിയിട്ടാണ് അവർ വിട്ടത്. അതായത് അക്ഷരം പ്രതി ഇസ്ലാം മതത്തിലെ നടപടി, അതായത് ഒരു ഇടത്തെ കൈയും ഇടത്തെ കാലും വെട്ടിയാൽ ഇസ്ലാമികമാവില്ല. അതുകൊണ്ട് വെട്ടിയ ഇടതും വലതും മാറിപ്പോയെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് മറ്റേ കൈയോടെ വെട്ടിക്കളഞ്ഞവന്മാരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പിന്തുടരുന്നത്. അതായത് ഇദ്ദേഹം പറഞ്ഞ തീവ്രവാദികളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന്, അതാണ് ഇസ്ലാം മതമെന്ന് മനസ്സിലാക്കാൻ അധികമൊന്നും വായിക്കണ്ടേ. ഈ സൂറ 5:33 മാത്രം വായിച്ചാൽ മതി. മുഹമ്മദിനോട് പോരാടിയാൽ, മുഹമ്മദിനെ എന്തെങ്കിലും പറഞ്ഞാൽ, മുഹമ്മദിനെ അധിക്ഷേപിച്ചാൽ, മുഹമ്മദ് ചെയ്ത ക്രൂരതകൾ തുറന്നു കാണിച്ചാൽ, എന്തിനു പറയുന്നു, ഏതെങ്കിലും ഒരു പിച്ചക്കാരന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ പോലും അവന്റെ കൈയും കാലും വെട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്
ഇസ്ലാമികമാണ്. മുഹമ്മദ് അത് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് ജയിച്ചിട്ടുമുണ്ട്. അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് മുറിച്ചു കളയണം. അല്ലാതെ ചെയ്യുന്നൊന്നും ഇസ്ലാമികല്ല കേട്ടോ. ഇപ്പം അവരെ നിർത്തിയിട്ടോ നിങ്ങൾ AK-47 വെച്ച് വെടിവെച്ച് വന്നാൽ ചിലപ്പോൾ അത് ഇസ്ലാമികല്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ, ഈ തീവ്രവാദികൾ ഇന്നത്തെ കാലത്ത് ഈ ബോംബും തോക്കും എന്തിന് അമ്മാതിരി മോഡേൺ വെപ്പൺസ് ഉള്ള കാലത്ത് ഇവന്മാരെ ഈ വാളെപ്പോഴും ഇവന്മാരുടെ കയ്യിൽ കാണും, തലവെട്ടിക്കൊല്ലും. എന്തിനാണ് ഈ തലവെട്ടിക്കൊല്ലുന്നതെന്ന് ഐസിസുകാരൊക്കെ കണ്ടിട്ടില്ലേ? AK-47 കഴുത തൂക്കിട്ട് വെച്ചും കഷ്ടപ്പെട്ട് തലവെട്ടിയ ആളുകളെ കൊല്ലും. എന്തിനാണ് ഇങ്ങനെ തലവെട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? കാര്യം അവരുടെ ലോകാവസാനം വരെ അവർ പാലിക്കേണ്ട ചുമതല ഇതാ. അവരുടെ കൈകാലുകൾ മുറിച്ചു വഴിയോ അല്ലെങ്കിൽ അവരുടെ കൊന്നെടുക്കുകയോ ചെയ്യണം, അവരെ ക്രൂശിക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ട ശിക്ഷകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഇസ്ലാമികമാണ്. അല്ലാതെ ഈ പാമ്പ്ലാനി ഇരുന്ന് ന്യായീകരിക്കുന്ന പോലെ ചില തീവ്രവാദികളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമില്ല. അങ്ങനെയാണ് താങ്കൾ വിളിക്കണമെങ്കിൽ അത് മനസ്സിൽ തോന്നിയ തീവ്രവാദിയുടെ പേരാണ് മുഹമ്മദ് എന്ന്. നമ്മൾ ശരിയായി കേരളത്തിന്റെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സംഭവത്തോടു കൂടിയാണ്. അതായത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അതൊരു ഇസ്ലാം മതത്തിന്റെ പ്രതികരണമൊന്നുമല്ല ഒരാളുടെ കൈവെട്ടി. അത് ആ മതവിശ്വാസം സൂക്ഷിക്കുന്നവരില് വളരെ ന്യൂനപക്ഷമായ ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടാണ്. എന്തിനാണ് അച്ചോ ഇങ്ങനെ വിളവരുത്? അപ്പൊ താങ്കൾ പറഞ്ഞ മുഹമ്മദ് ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാമിൽ ന്യൂനപക്ഷമാണെന്നാണോ? വളരെ ന്യൂനപക്ഷമായ തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ടാണ് ഈ ഖുർആൻ ഇറക്കിയ മുഹമ്മദ് എന്നാണോ താങ്കൾ പറയുന്നത്? അപ്പൊ ബാക്കി മുസ്ലിങ്ങളെല്ലാം ആകാശത്ത് നിന്ന് പൊട്ടി വീണാണോ? ദിസ് ഈസ് വാട്ട് ഖുർആൻ ഈസ്, ദിസ് ഈസ് വാട്ട് ഇസ്ലാം ഈസ്. താങ്കൾക്കത് വിശ്വസിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ അത് താങ്കളുടെ അറിവില്ലായ്മയും നിങ്ങൾ മുഖത്ത് നോക്കി പറയേണ്ടി വരും. പക്ഷെ ഇതാണ് അവരുടെ പുസ്തകം, താങ്കൾക്ക് കയ്യിലിരിക്കുന്നതല്ലേ. സഭ കാശ് മുടക്കി, ഈ സുറിയാനി സഭ കാശ് മുടക്കി അറബി പഠിക്കാൻ വേണ്ടി ചമ്മാച്ചന്മാരെ വിട്ടിട്ടില്ലേ? അവരെ വിളിച്ചെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി. ഖുറാനിലെ 5-ാമത്തെ സൂറ 33-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താണ് ആ ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്നും ആ ചമ്മാച്ചന്മാരോട് ചോദിച്ചാൽ അവരെങ്കിലും മാന്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുനാൻ അബി ദാവൂദിന്റെ ഒരു ഹദീസ് ഉണ്ട്, ഹസനായിട്ടുള്ള ഹദീസാണ്. സുനാൻ അബി ദാവൂദ് ബുക്ക് നമ്പർ 40 ഹദീസ് നമ്പർ 22. അതായത് നരേറ്റീവ് ചെയിനിൽ ചില പ്രശ്നങ്ങൾ കാണാം, പക്ഷേ ഹദീസ് യഥാർത്ഥത്തിൽ സംഭവിച്ചു തന്നെയാണ് ഇസ്ലാം ലോകം സാക്ഷ്യപ്പെടുത്തുന്ന ഹദീസാണ്, പ്രാമാണികമായ ഹദീസാണ്. നരേറ്റഡ് ബൈ അബ്ദുള്ള ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിന്റെ നിവേദനം: The words, the punishment of those who wage war against Allah and His apostle. അള്ളാഹുവിനെതിരെയും മുഹമ്മദിനെതിരെയും യുദ്ധം ചെയ്യുന്നവരോട് അവർക്കുള്ള പണിഷ്മെന്റ്, and strive with might and main for mischief through the land, is execution or crucifixion or cutting off hands and feet from opposite side or exile. ഒന്നുകിൽ അവരെ നാട് കടത്തുക, അല്ലെ കൈകാലുകൾ എതിർദിശയിൽ നിന്ന് വെട്ടിമറിച്ച് മാറ്റുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരെ എക്സിക്യൂട്ട് ചെയ്യുക, അവരെ കൊന്നൊടുക്കുക. ഇനി ഇത് ആരോടാണ്? ഇതൊക്കെ ആരോടാ? മോസ്റ്റ് മെർസിഫുൾ വാസ് റിവീൽഡ് അബൌട്ട് പോളിതീസ്റ്റ്, ബഹുദൈവ വിശ്വാസികളോടാണ്. അതായത് വേണമെങ്കിൽ ഇപ്പോൾ പാമ്പ്ലാനി പിതാവ് എസ്കേപ്പ് അടിയോ, ഇത് ഞങ്ങളോടല്ല ഹിന്ദുക്കളോടാണെന്ന്. അല്ലെ, ഹിന്ദുക്കളെ കൊന്ന എന്താ കൊലയല്ലേ? ഹിന്ദുക്കളെന്തെങ്കിലും നാട്ടുകാർ മുഴുവൻ ഞങ്ങളെല്ലാവരും കൊന്നോന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇവർക്ക് കൊല്ലാൻ വേണ്ടിയുള്ള ആടുകളല്ലോ ആണോ ഹിന്ദുക്കൾ? അല്ല. അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. അപ്പോൾ അവരോടാണ് ഈ പറയുന്ന കൽപ്പന. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതിന് നമുക്ക് മുന്നോട്ട് പോവാം. ആ ഒരു സംഭവത്തിൽ നിന്നാണ് വാസ്തവത്തില് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയാകുന്നത് പോലും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു തീവ്രവാദ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാത്രം ഇതിനെ കാണും. എന്ന് പറഞ്ഞാല് തീവ്ര ക്രൈസ്തവ നിലപാട് സ്വീകരിക്കുന്ന അപൂർവം ചില സംഘടനകൾ കാണും. ഇസ്ലാം മതത്തിലെ ഓരോ കുറ്റങ്ങളും അവരുടെ മതഗ്രന്ഥത്തിലെ ഏതെങ്കിലും വിഷയങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഇതിനെ പർവ്വതീകരിക്കുന്ന ആളുകളുണ്ടാകും. അല്ലച്ചോ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ എന്ന് വിളിച്ചത് MM അക്ബറിനെ അല്ലല്ലോ. ജോസഫ് സാറിന്റെ കൈവെട്ടിയതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രപക്ഷം എന്ന് വിളിച്ചത്. അല്ലെ, MM അക്ബറിനെയോ ദവാപ്രവർത്തകരെയോ താങ്കൾ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് താങ്കൾ താങ്കൾ വിളിച്ചിട്ടില്ല. താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർ കൈകൾ വെട്ടുന്നതും കാല് വെട്ടുന്നതും. ഈ ഇസ്ലാം മതം ക്രൈസ്തവരെ വിമർശിച്ചപ്പോൾ തിരിച്ചു മറുപടി പറയുന്ന ഞങ്ങളെയൊക്കെ പോലുള്ളവരെ താങ്കൾ ഈ പറയുന്ന ആ ഗണത്തിൽ കൂട്ടിയോ? ഞങ്ങൾ ആരുടെ കയ്യാ വെട്ടിയത് ബിഷപ്പെ? ഞങ്ങൾക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന സെബാസ്റ്റ്യൻ മുന്നക്കലോ, കെവിൻ പീറ്ററോ, അല്ലെങ്കിൽ അനിൽകുമാർ അയ്യപ്പനോ, അനിൽക്കുടത്തോടം പാസ്റ്ററോ, ഇനി കത്തോലിക്കരിൽപ്പെട്ട ജെറാഡ് ബ്രദറോ, അങ്ങനെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു അപ്പോളജിസ്റ്റ് ഈ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒരാള് ആരുടെ കയ്യാ വെട്ടിയത് അറിയാൻ പാലാണ്ട് ചോദിക്കുക. ഒരുത്തന്റെ രോമമെങ്കിലും ഇന്ന് വരെ ഞങ്ങൾ ആരെങ്കിലും പറിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇനി വല്ല ജോലിയായിട്ട് ബന്ധപ്പെട്ട് വല്ല രോമം പറിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതല്ലാതെ ഞങ്ങൾ ആരും ഇന്ന് വരെ ഒരാളുടെ രോമം പോലും പ്ലക്ക് ചെയ്തിട്ടില്ല. ആ ഞങ്ങളെ
താങ്കൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ എം അക്ബറിനെ പോലെ ദവാപ്രവർത്തകരെ, ക്രൈസ്തവ വിശ്വാസത്തെ അടച്ചാക്ഷേപിക്കുന്ന ദവാപ്രവർത്തകരെ, ക്രിസ്തുവിനെ വെറും പ്രവാചകൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ എന്തുകൊണ്ട് താങ്കൾ തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? ചേടാ, ഈ മുഹമ്മദ് പ്രവാചകനല്ലെന്നും അള്ളാഹു ദൈവമല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ താങ്കൾക്ക് തീവ്രവാദികളാണെങ്കിൽ, താങ്കൾ സത്യദൈവവും നിത്യജീവനുമായിട്ട് വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ദൈവമല്ല, അത് വെറും ഒരു പ്രവാചകനാണ്, അള്ളാഹു എന്ന് പറയുന്ന അറബി ദേവന്റെ അടിമയാണെന്ന് പറയുന്ന ഈ മുഹമ്മദിനെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? അങ്ങനെ പ്രസംഗിക്കുന്ന മൊല്ലാക്കന്മാരെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? ക്രിസ്ത്യാനിറ്റിയുടെ അടിവേര് മാന്താൻ നടക്കുന്ന ഈ എം അക്ബറിനെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? അപ്പോ അതൊരു ഇരട്ടത്താപ്പല്ലേ അച്ചോ? ഈ സോമന്റെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പോൾ ഈ ഇറവറൻസ് ഉണ്ടാകാനുള്ള കാരണമല്ലേ, താങ്കളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ, താങ്കളൊരു തിയോളജിയനാണ്, ഒരു ഡോക്ടറേറ്റ് ഉള്ള ആൾ, ഒന്നധികം ഡോക്ടറേറ്റ് കാണണം, നല്ലൊരു എന്താ പറയുക, ഒരു സ്കോളറാണ്. അത്തരത്തിലുള്ള ഒരാളോട് ഒരു കമ്പാരിറ്റീവ് മെത്തഡോളജി എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മതത്തിലെ തീവ്രവാദികളെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന കയ്യും കാലും വെട്ടുന്നവരെ, അല്ലാതെ അവരുടെ മതപണ്ഡിതന്മാരെയോ മതത്തെ വിമർശിക്കുന്നവരെയോ അപ്പോളജിസ്റ്റുകളെയോ താങ്കൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നില്ല. തിരിച്ച് ആ ഇസ്ലാം അപ്പോളജിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കുന്ന ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളെ തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ട് താങ്കൾ ഒറ്റുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ഞങ്ങൾക്കൊരിക്കലും അതിശയമൊന്നുമില്ല. കാര്യം ക്രിസ്തുവിന്റെ കൂടെ പോലും 12-ൽ ഒരുവൻ ഉണ്ടായിരുന്ന ഒരു യൂദാസായിട്ട് താങ്കളെ ഞാൻ യൂദാസ് എന്ന് വിളിക്കുകയല്ല, താങ്കൾ യൂദാസ് ആവരുതേ എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദൈവത്തെ ഓർത്ത് യൂദാസിന്റെ കൂടെ കൂടരുത്. താങ്കൾ വേണമെങ്കിൽ പത്രോസിന്റെ കൂടെ കൂടി ക്രിസ്തുവിനെ വേണേൽ താൽക്കാലികമായിട്ട് തള്ളി പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ, യു വിൽ സ്റ്റിൽ ഹാവ് എ ചാൻസ്. യൂദാസിന്റെ കൂടെ കൂടി ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ നോക്കരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് തുടരാം. പക്ഷെ അതൊന്നും സഭയുടെ നിലപാടല്ല. സഭയുടെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാം മതത്തിന്റെയും പൊതുവികാരം എന്ന് പറയുന്നത് ഇത് അബ്രാഹമിന്റെ മക്കളുടെ മതം, അബ്രഹാമിക് റിലീജിയൻ, അങ്ങനെയാണ് കത്തോലിക്ക സഭ ഇസ്ലാം മതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്റെ പൊന്നച്ചോ, എന്തൊരു അബദ്ധമാണത്. അബ്രഹാം ഉടമ്പടി ചെയ്ത ഒരു രാജ്യമായിരുന്നു പാലസ്തീൻ, അബീമലേക്ക്. അബ്രഹാമും അബീമലേക്കുമായിട്ട് ഉടമ്പടി നടന്നു. അതായത് അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൺട്രി ആയിരുന്നു ഗാസയിലെയും അഷ്കലോണിലെയും പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം. ഇസ്രായേൽ ഈ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തുന്ന, ജോർദാനിൽ അധിനിവേശം നടത്തുന്ന പാലസ്തീൻ്റെ കാര്യമല്ല. ഗാസ യഥാർത്ഥത്തിൽ പാലസ്തീൻ തന്നെ. അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള രാജ്യമാണ് ഗാസ. അപ്പൊ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകൾ മുസ്ലിങ്ങളാ ഇന്ന്. അപ്പൊ ഈ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകൾ വരെ അബ്രഹാമിന്റെ മക്കളാണ് എന്ന് താങ്കൾ പറയുന്നത് എന്ത് ലോജിക്ക് വെച്ചിട്ടാ സഹോദര? എന്ത് ലോജിക്ക് വെച്ചിട്ട്? മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല അവർ അബ്രഹാമിന്റെ മക്കളാണെന്ന്. എന്ത് തെളിവാണുള്ളത് മുസ്ലിങ്ങൾ? ഈ കേരളത്തിലെ എന്താ പറയുക, രണ്ട് തലമുറക്ക് മുന്നേ വരെ കേരളത്തിലെ ശിവന്റെ മോനും അല്ലെങ്കിൽ പരമേശ്വരന്റെ മോനും അല്ലെങ്കിൽ സുമേഷിന്റെ മോൻ, 2 തലമുറയുടെ സുമേഷിന്റെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉള്ള പഴയ പേരുകളെ എന്ന് പറഞ്ഞു നോക്കിയെന്നുള്ളൂ, അല്ലാതെ ദൈവത്തിന്റെ പേരിലോട്ടോ. ഞാൻ മനുഷ്യരുടെ അന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഹിന്ദു സഹോദരന്മാർ, നമ്മുടെ അപ്പച്ചന്മാരുടെയൊക്കെ മുതുമുത്തശ്ശന്മാരുടെയൊക്കെ പേരുകൾ എടുത്താൽ, അത്തരത്തിലുള്ള കേശവൻ നായരുടെ മോൻ വാളിന്റെ വായ്ത്തലയിൽ വാര്യൻ കുന്നനൊക്കെ മതം മാറ്റി മുസ്ലിം ആയപ്പോൾ അവൻ എങ്ങനെയാ അബ്രഹാമിന്റെ മോനാകുന്നത്? എനിക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക. മതം മാറിയാൽ ബ്ലഡ് മാറുമോ? അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ജ്ഞാനായക്കാരിലേക്ക് മതം മാറിയ ജൂതനാവും നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പം മതം മാറിയ ബ്ലഡ് മാറുമെങ്കിൽ ജ്ഞാനായ എന്ന് പറയുന്ന സെറ്റപ്പ് തന്നെ അങ്ങ് എടുത്ത് മാറ്റണം സഭയെന്ന്, എന്നിട്ട് പറയണം മതം മാറിയ ബ്ലഡ് മാറുന്നു. കാരണം ജ്ഞാനായക്കാർ സുറിയാനിക്കാരായാലും അവർ ഓർത്തഡോക്സുകാരുടെ കൂടെ കൂടിയാൽ ജ്ഞാനായക്കാരെപ്പോഴും ജ്ഞാനായക്കാർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ക്ഷമിക്കണോട്ടോ, നിങ്ങളുടെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, എന്താണെങ്കിലും അപ്പോൾ മതം മാറിയാൽ ഈ എത്തനിസിറ്റി മാറുന്നത് എങ്ങനെയാണെന്ന ടെക്നോളജി, അതായത് അബ്രഹാം ജനിക്കുന്നതിന് മുന്നേ ഉള്ള പാലസ്തീൻ രാഷ്ട്രത്തിലെ ഇന്നത്തെ തലമുറ അബ്രഹാമിന്റെ മക്കളാണ്, അവർ അബ്രഹാമി റിലീജിയനാണ്. എന്താ കാര്യം? ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത്. അങ്ങനെ പറയുന്നത് എന്ത് ലോജിക്കാണ്? നീന്തിക്ക് ഇനി പോട്ടെ. ഇസ്ലാം മതം എന്ന് പറയുന്ന മതത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, അതുകൊണ്ട് അബ്രഹാമ്യ മതമാണ് എന്നാണെങ്കിൽ അത് ആദമ്യ മതമല്ലേ, ലൂത്ത് മതമല്ലേ? എന്തിനേറെ ഈ പറയുന്ന എന്താ പറയുക, പിഴച്ചുപോയ ലൂത്തിന്റെ വരെ മതമാണ് ഇസ്ലാം മതം. ലൂത്തും ഇസ്ലാം മതത്തിലെ പ്രവാചകൻ തന്നെ. അപ്പോൾ ഇതുപോലുള്ള പ്രവാചകന്മാരുടെ മതത്തിന്റെയൊക്കെ പേരിൽ ഞങ്ങളെ കൂട്ടിക്കെട്ടത് താങ്കൾ വേണം പോയിക്കോളൂ. താങ്കൾ വേണേൽ കത്തോലിക്ക സഭയെ കൊണ്ടുപോയിക്കോളൂ, ബാക്കിയുള്ള ക്രിസ്ത്യാനികളെങ്കിലും ദയവ് ചെയ്ത് വെറുതെ വിടണം. ഓക്കെ. പക്ഷേ എന്നാച്ചോ ഒരു പ്രശ്നമുണ്ടല്ലോ അച്ചോ. ഈ ഇസ്ലാം മതം ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഇബ്രാഹിമും താങ്കളും ഞാനുമൊക്കെ അബ്രഹാം പിതാവ് എന്ന് പറയുന്ന നമ്മുടെ അബ്രഹാമും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ അച്ചോ. ഇറവറൻസ് കൂടി വരിക. നമുക്കെന്ത് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ അബ്രഹാമിന്റെ പിതാവ് ആരാണെന്ന് ബിഷപ്പ് പാംപ്ലാനിയെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു വചന പണ്ഡിതനാണ്, അതിന്റെ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. തേരഹാണ്.
തേരഹ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും ഡിലേ, താമസിക്കുക, അല്ലെ വാണ്ടർ, അലഞ്ഞു നടക്കുന്നവനെന്നാണ് തേരഹ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും. ഇബ്രാഹിം നബിയുടെ, ഇബ്രാഹിം അൽ ഖലീലിന്റെ പിതാവെന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ആസർ എന്ന് പറയുന്ന ഒരാളെയാണ്. ആസർ എന്ന് പറയുന്ന ആളുടെ പേരിന്റെ അർത്ഥം പോലും ശക്തി, സഹായം എന്നൊക്കെയാണ് ആസർ എന്ന് പറയുന്ന ഒരാൾ പേരിന്റെ അർത്ഥം പോലും. അതായത് വാക്കിലോ അർത്ഥത്തിലോ ഒരു സാമ്യവുമില്ലാത്ത തികച്ചും രണ്ട് വ്യത്യസ്തങ്ങളായ സെമറ്റിക് വാക്കുകൾ, സെമറ്റിക് പേരുകളാണ് തേര എന്നുള്ള പേരും ആസർ എന്നുള്ള പേരും. അപ്പോൾ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്, ഊരിൽ നിന്ന് വന്ന തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ പറയുന്ന അബ്രഹാം എന്ന് പറയുന്ന അബ്രഹാം പിതാവ്. എന്നാൽ ആസർ എന്ന് പറയുന്ന ഏതോ ഒരു മക്കയിലെ അറബിയുടെ മോനാണ് ഈ പറയുന്ന ഇബ്രാഹിം നബി എന്ന് ഇവർ വിളിക്കുന്ന ഇബ്രാഹിം. എൻ്റെ അച്ചോ, ഏതോ ഒരു അറബി ഇബ്രാഹിമിന്റെ മതം എങ്ങനെയാണ് അച്ചോ ക്രിസ്ത്യാനിയാവുന്നേ? അച്ചമ്മയുടെ ആയിക്കോ, ഞങ്ങളാരെയും കൂട്ടണ്ട. ഞങ്ങളാരും ഇബ്രാഹിം അൽ ഖലീലിന്റെ മതത്തിൽപ്പെട്ടവരല്ല, ഇബ്രാഹിം അൽ ഖലീലിന്റെ മക്കളും അല്ല. ഞങ്ങൾ തേരഹിന്റെ മകനായ അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടരുന്ന ഞങ്ങളുണ്ടാവും. പക്ഷെ ഏതോ ആസറിന്റെ മകനായ പേഗൻ ബിലീഫ് പിന്തുടരുന്ന ഇബ്രാഹിമിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടേണ്ടവനെ അച്ഛൻ അങ്ങ് പൊക്കോ. പക്ഷെ പോകുമ്പോൾ ആ ലോഹ എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് ഊരി വെച്ചാൽ അടുത്ത ആൾക്ക് ഇടാം. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, ഹാരോൻ, നാഹോർ എന്നിവരെ ജനിപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു. ആസർ ഇബ്രാഹിം ഖലീലിന്റെ അപ്പൻ ആരാണെന്ന് ഖുർആനകത്ത് പറയുന്നത് സൂറത്ത് അൽ-അനാം 74-ാമത്തെ ആയത്തിൽ പറയുക, ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം അള്ളാഹുവാണ് പറയുന്നത്, തെറ്റ് വരില്ല. ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം എന്ന് അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുത്തതാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് തെറ്റ് വരത്തില്ല. അപ്പൊ അള്ളാഹുവിന്റെ പുസ്തകത്തിൽ പറയുന്നു ആസർ എന്ന് പറയുന്ന ഒരു അറബിയുടെ മോനാണ്, മക്കക്കാരൻ അറബിയുടെ മോനാണ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ഇസ്ലാമിലെ ഇബ്രാഹിം നബി. പക്ഷേ ക്രിസ്ത്യാനികളുടെ അബ്രഹാം, ജൂതന്മാരുടെ അബ്രഹാം ഈ ആസറിന്റെ മോൻ ഇബ്രാഹിം അല്ലല്ലോ അച്ചോ. നമ്മുടെ ഇബ്രാഹിം ഈ മക്കയിൽ നിന്ന് 1500 കിലോമീറ്റർ അകലെയുള്ള ആസറിന്റെ അല്ല തേരഹിന്റെ മകനായ ഇബ്രാഹിമാണ് നമ്മുടെ അബ്രഹാം. ഇബ്രാഹിം അല്ല, അബ്രഹാം. അപ്പോൾ രണ്ടപ്പന്മാരുടെ രണ്ട് വ്യത്യസ്ത മക്കളെ 1500 കിലോമീറ്റർ അകലെ താമസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുംബൈയിലുള്ള ആസറിന്റെ മകൻ ഇബ്രാഹിമും കൊച്ചിയിലുള്ള തേരഹിന്റെ മകൻ അബ്രഹാമും ഒരാളാണെന്ന് പറയുന്ന പോലെയുള്ള മണ്ടത്തരമാണ് ഈ ഇസ്ലാമിലെ ഇബ്രാഹിം നബിയുടെ മതക്കാരാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നെങ്കിൽ എൻ്റെ പൊന്നു ബിഷപ്പെ, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറബി ഭാഷയിലെ ബൈബിൾ പരിഭാഷയുണ്ട്. അതിനകത്തും തേരഹിനെ ആസർ എന്നല്ല എഴുതുന്നത്, തേരഹിനെ തേരഹ് എന്ന് തന്നെ എഴുതുന്നത്. കാര്യം തേരഹ് എന്നുള്ളത് സെമറ്റിക് ഭാഷയിലെ ഒരു പേരായതുകൊണ്ട് അറബിയിലും അതിൻ്റെ വകഭേദം തന്നെ എഴുതിയിരിക്കുന്നത് തേര എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭാഷാപരമായ വ്യതിയാനമൊന്നും പേരിനില്ല. അറബിയിലും തേരഹ് തന്നെയാണ്. അപ്പോൾ ആസർ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഓർത്തഡോക്സ് ബൈബിൾ വിശ്വസിക്കില്ല എന്നൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. അറബി ബൈബിൾ പരിഭാഷ ഏതെടുത്താലും അത് തന്നെ തേരഹ് തന്നെയാണ്. ഇനി അബ്രഹാമും ഇബ്രാഹിം നമ്മളുടെ മറ്റൊരു വ്യത്യാസം, അബ്രഹാമിന്റെ അപ്പൻ ആരാണ് നമുക്കറിയാം, തേരഹാണ്. ഈ തേരഹിന്റെ അപ്പൻ നാഹോറാണ്. നാഹോറിന്റെ മകനായ തേരഹിന്റെ മകനാണ് അബ്രഹാം എന്ന് നമ്മൾ വിളിക്കുന്ന അബ്രഹാം പിതാവ്. എന്നാൽ ഏതോ ആരുടെ മകനാണെന്ന് നമ്മൾക്കറിയാത്ത, അല്ല പുള്ളിക്ക് അപ്പനില്ലെന്നല്ല പറയുന്നത്, നമ്മൾക്കറിയില്ല, ഒരു ഊരും പേരും തെളിവും ഇല്ലാത്ത ഏതോ ഒരു അറബിയായ മോനാണ് ഇബ്രാഹിം അൽ ഖലീൽ എന്ന ഇസ്ലാം മതത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഖുർആൻ പറഞ്ഞത്. ഇനി അബ്രഹാം ആരാധിച്ച ദൈവം ആരാണെന്ന് ഇനി ബിഷപ്പിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പുറപ്പാട് പുസ്തകം 3-ാം 15-ാം വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് അബ്രഹാം ആരാധിച്ച ദൈവം ആരാണ്. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യാഹുവേ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എൻ്റെ പേരും തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു. അല്ലാതെ പണ്ടെങ്ങാണ്ട് എനിക്ക് അല്ലാഹുവിന്റെ പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ, ഇനി അങ്ങനെയും കൂടെ എന്നെ വിളിച്ചോണേ എന്ന് ബൈബിളിൽ ദൈവം പറഞ്ഞിട്ടില്ല. അപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന തേരഹിന്റെ മകനായ അബ്രഹാം ആരാധിച്ച ദൈവം യാഹുവേ എന്ന് പേരുള്ള സത്യേക ദൈവമാണ്, പടച്ചതമ്പരായ സൃഷ്ടാവാണ്. അല്ലാതെ അറബി പേഗൻ മതത്തിലെ ദൈവങ്ങളിൽ ഒരാളായ അല്ലാഹ് എന്ന് പറയുന്ന ഈ ഒരു ദേവനെ അബ്രഹാം പിതാവ് ആരാധിച്ചിട്ടില്ല. ഇബ്രാഹിം അൽ ഖലീൽ ആസറിന്റെ മകൻ ഇബ്രാഹിം ആരാധിച്ചിട്ടുണ്ട്. ആ മതമായിരിക്കും ഈ പറയുന്ന ഇസ്ലാം. അല്ലാതെ അബ്രഹാമുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല എന്ന് സാരം. മോശെ ഈ പറയുന്ന സൂറത്ത് അൽ-ബഖറ 2:136 സൂറത്ത് അൽ-ബഖറ 2:136 നമ്മൾ വായിക്കുക,
നിങ്ങൾ പറയുക അള്ളാഹുവിലും അവങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ച് കിട്ടിയില്ല, ഇബ്രാഹിമിനും ഇസ്മായിലും ഇഷാഖിനും യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ്വ പ്രവാചകന്മാർക്ക് അവരുടെ രക്ഷാവ് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മുസ്ലിങ്ങൾ പറയുക. അപ്പം മൂസക്ക് നൽകപ്പെട്ടത് വിശ്വസിക്കണമല്ലോ. മൂസക്ക് നൽകപ്പെട്ടതാണ് ഈ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാമിൻ്റെ പിതാവ് തേരഹാണെന്നുള്ള കാര്യം മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കേണ്ട ബാധ്യത അവരുടെ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ദൈവം യാഹുവേ ആണെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട ബാധ്യത അവരുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം സൂറത്ത് അൽ ബഖറ 2:136 നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അബ്രഹാം പിതാവേ തേരഹിനെ ചവിട്ടിപ്പുറത്താക്കിയ അബ്രഹാം പിതാവല്ല. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 11:31-32 വാക്യങ്ങൾ എടുത്താൽ തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയെയും മരുമകളായ സാറായിയെയും കൂട്ടി കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് പാർത്തു. അവിടെ തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അതായത് അബ്രഹാം പിതാവ് തേരഹ് മരിക്കുന്നതുവരെ തേരഹിനെ സംരക്ഷിച്ചു. എന്നാൽ ഈ ആസറിന്റെ മകൻ ഇബ്രാഹിം അൽ ഖലീൽ പക്ക കോയയുടെ പണിയാ കാണിച്ചത്. സൂറത്ത് തൗബ 114 ആയത്തിൽ പറയുന്നത് എന്താ? ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി, അതായത് ആസർ എന്ന് പറയുന്ന ഈ ഇബ്രാഹിമിന്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ശത്രുവാണ് അയാൾ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ, ഇബ്രാഹിമിന് ആസർ എന്ന ഈ ഇബ്രാഹിമിന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ വിട്ടൊഴിഞ്ഞു. പിതാവിനെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു മോൻ. ഈ അള്ളാഹുവിനെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് പിതാവിനെ ഉപേക്ഷിച്ച് ഇബ്രാഹിം കടന്നു കളഞ്ഞു. അങ്ങനെ അപ്പനെ ഉപേക്ഷിച്ച് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരാളായിരുന്നില്ല അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവ് അപ്പനായ ഈ പറയുന്ന തേരഹിന്റെ മരണം വരെ തേരഹിനെ സംരക്ഷിച്ചു. ആസറിന്റെ മകൻ ഇബ്രാഹിം, ഈ മുസ്ലിങ്ങളുടെ ഇബ്രാഹിം പ്രവാചകൻ ആസറിന്റെ മകൻ ഇബ്രാഹിം, ഈ ഇബ്രാഹിം ആസറിനെ ചവിട്ടി പുറത്താക്കിയിട്ട് വിട്ടടിച്ചു പോയ ടീമാണ് എന്ന കാര്യം സെബാസ്റ്റ്യൻ മുന്നക്കിൽ വ്യാഖ്യാനിക്കുന്നതല്ല, സൂറത്ത് തൗബ 9:114 പറയുന്നതാണ്. ഇനി സൂറത്ത് ആലു ഇമ്രാൻ 3-ാമത്തെ സൂറ 96-97 ആയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധന മന്ദിരം മക്കയിലുള്ളതാണ്. ആ മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു. ഈ ഇബ്രാഹിം പ്രവാചകന്റെ ആസറിന്റെ മകൻ ഇബ്രാഹിമിന്റെ ഈ മതമെന്ന് മുസ്ലിങ്ങൾ പറയുന്ന മുഹമ്മദിന്റെ ഈ മതമായ ഇസ്ലാമിൽ അവരുടെ വിശ്വാസപ്രകാരം ആദ്യത്തെ ആരാധന മന്ദിരം മക്കയിലാണ്. അവിടേക്ക് കഴിവുള്ള എല്ലാ മനുഷ്യരും തീർത്ഥാടനം നടത്തണം. ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാം മക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇല്ല. ഇസ്ഹാക്ക് മക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയെന്ന്, ഇസ്ഹാക്കിന്റെ ഫുൾ യാത്രാ വിവരണം ബൈബിളിലുണ്ട്. അബ്രഹാമിന്റെ ഫുൾ യാത്രാ വിവരണം ജനനം മുതൽ ഓൾമോസ്റ്റ് മരണം വരെ കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും അബ്രഹാമോ ഇസ്ഹാക്കോ യാക്കോബോ മോശയോ അഹരോനോ ദാവീദോ ഈ മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോയതായിട്ടുണ്ടോ? ഇല്ല. മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോയിട്ടുള്ള ആരൊക്കെയാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്? മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്ന ചരിത്രത്തിൽ പറയുന്നത് ഗുറൈശികളായ ബഹുദൈവ വിശ്വാസികൾ ഹജ്ജ് ചെയ്യുമായിരുന്നു. ബഹുദൈവ വിശ്വാസികളായ ഗുറൈശികളല്ലാത്ത അറബികൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. അവർ തുണിയില്ലാതെ ഈ ഹജ്ജ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്, അവർ തുണിയില്ലാതെ ഹജ്ജ് ചെയ്യുമായിരുന്നു. കാര്യം ഈ കബയിൽ കയറണമെങ്കിൽ അവർ ഗുറൈശികളുടെ വസ്ത്രം വാടക എടുക്കണം. അതിന് കാശില്ലാത്ത കാട്ടറബികൾ തുണിയില്ലാതെയായിരുന്നു ഹജ്ജിന് വേണ്ടി ഈ മക്കയിൽ വന്ന കബയ്ക്ക് ചുറ്റും തവാഫ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ പേഗൻ അറബികൾ മാത്രമാണ് ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ സത്യദൈവത്തിന്റെ പ്രവാചകന്മാരോ സത്യദൈവത്തിൽ വിശ്വസിച്ചിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശെ, അഹ്റോൻ, ദാവീദ് തുടങ്ങിയ ആരും ഹജ്ജ് ചെയ്തതായിട്ട് അവരുടെ ജീവചരിത്രങ്ങളിലൊന്നും കാണാനേയില്ല. ഇനിയിപ്പോൾ വേണേ പറയുവേ, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അങ്ങനെയാണ് മുഹമ്മദ് ശബരിമലയിൽ പോയി ശരണം വിളിച്ചു എന്ന് ഞാനൊരു പുസ്തകം എഴുതി, നിങ്ങൾ അതും വിശ്വസിക്കേണ്ടി വരും. കാര്യം മുഹമ്മദ് മരിച്ച 1400 വർഷത്തിന് ശേഷം ഞാൻ എഴുതുക മുഹമ്മദ് ശബരിമലയിൽ പോയി ശരണം വിളിച്ചു, വിശ്വസിക്കുന്നത് സെബാസ്റ്റ്യൻ മുന്നങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് മുഹമ്മദ് എഴുതി വെച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അബ്രഹാമിന്, ഇസഹാക്ക്, യാക്കോബ് ആരും ഇവർ പറയുന്ന പോലെ ഹജ്ജ് ചെയ്തിട്ടില്ല. ഹജ്ജ് ചെയ്യുന്നത് പ്രാകൃത അറബി ബഹുദൈവ മതക്കാരാണ്. മുഹമ്മദിന്റെ കാലത്തും മുഹമ്മദ് ഹജ്ജ് ചെയ്യുമ്പോഴും ഈ പറയുന്ന അറബികളുടെ കൂടെ ബഹുദൈവ മതക്കാരുടെ വിഗ്രഹങ്ങൾ നിറഞ്ഞ കബയിൽ മുഹമ്മദ് മിനിമം 2 പ്രാവശ്യം ഹജ്ജ് ചെയ്തതായിട്ട് ഖുറാനകത്തും ഹദീസുകൾക്കകത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അബ്രഹാം അല്ല ആ അബ്രഹാം. ഇനി നമുക്ക് നോക്കാം, ഈ ഇബ്രാഹിം നബിയുടെ ഭാര്യയായിരുന്ന ഹാജിറ, ഇബ്രാഹിം നബിക്ക് പാലസ്തീൻ രാജാവ് ഇബ്രാഹിം നബിക്കല്ല സാറായിക്ക് ദാനമായി കൊടുത്ത ഹാജിറ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ ഉണ്ടായ കുട്ടിക്ക് ഹാജിറയ്ക്ക് ഒരു വെള്ളം കൊടുത്തതാണ് സംസം എന്ന്. ഇവരെല്ലാം വിശ്വസിച്ച് പോയി വെള്ളം പൊക്കിയെടുത്തിട്ട് വരുന്നില്ലേ സംസം? അതാണ് ഇവരുടെ കഥ. സംസം എവിടാണ്?
മക്കയിൽ. നമ്മളുടെ അബ്രഹാം പിതാവുണ്ടല്ലോ, അബ്രഹാം പിതാവിന് ഈ പാലസ്തീനികൾ കൊടുത്ത ദാനമൊന്നുമല്ല ഹാഗർ, ഈജിപ്ഷ്യൻ ദാസിയായിരുന്നു ഹാഗർ. അല്ല, പാലസ്തീനുകളുടെ ദാനമൊന്നുമല്ല ഹാഗർ, ഈജിപ്ഷ്യൻ ദാസിയായ ഹാഗറിൽ ഒരു മകനുണ്ടായി. ആ മകനായ ഇസ്മായിലിന് അവർ താമസിച്ചിരുന്നത്, അവർ ബേർഷേബയിൽ ഉഴന്നു നടന്നു എന്ന ഉൽപ്പത്തി പുസ്തകം 21 നമുക്ക് കാണാം. തുരുത്തിലെ വെള്ളം ചെലവായി കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്നു. ആ ദൂതൻ അവളുടെ കണ്ണു തുറന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ആ ബാലൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. ഈ നീരുറവ എവിടായിരുന്നു? ബേർഷേബയിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഈ ബേർഷേബ എവിടാ? ബേർഷേബയും പാരാനും ഈജിപ്തിലാണ്, ഇസ്രായേലിലാണ്. ബേർഷേബയും പാരാനും ഇസ്രായേലിലാണ്. ആ കിണറും ഇപ്പോഴവിടെ ഉണ്ട്. ഇവരീ പറയുന്ന ഇബ്രാഹിം നബിയും ഹാജിറയും സംസം കിണറും ഒക്കെ എവിടാ? 1500 കിലോമീറ്റർ അകലെ മക്കയിലാണ്. അപ്പോൾ ഈ പറയുന്ന ഇബ്രാഹിമാണ് ആ പറയുന്ന അബ്രഹാം എന്ന് താങ്കൾ ഇനിയും സമ്മതിക്കുവാണെങ്കിൽ എൻ്റെ പൊന്നച്ചോ ലോഹം ഒരു വെച്ചു പൊയ്ക്കോ, ഒരു പരാതിയില്ല. കാര്യം നമ്മുടെ അബ്രഹാം പിതാവിന്റെ ബൈബിളിൽ പറയുന്നതിനെ കള്ളമാണെന്നാണ് ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം. അതായത് ഇസ്ലാം മതത്തിലെ ഇബ്രാഹിം നബിയും ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിലെ യഹൂദ വിശ്വാസത്തിലെ അബ്രഹാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഹൂദന്മാർ വിശ്വസിക്കുന്നു, ക്രൈസ്തവർ വിശ്വസിക്കുന്നു, ബൈബിളിൽ പറയുന്നു അബ്രഹാമിന്റെ പിതാവ് തേരഹ് എന്നാണെന്ന്. മുസ്ലിങ്ങളുടെ ഇബ്രാഹിം നബിയുടെ പിതാവ് തേരഹാണെന്ന്, തേരഹിന്റെ മകനായ അബ്രഹാമാണ് ഞങ്ങളുടെ നബി എന്ന് മുസ്ലിങ്ങൾ പോലും പറയുന്നില്ല. അവരുടെ ഖുറാനകത്ത് ലോകാവസാനം വരെ ഉറപ്പിച്ച അല്ലാഹു പറയുന്നു ആസർ എന്ന് പറയുന്നയാളുടെ മോനാണ് ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം ആരാധിച്ചിരുന്നത് അള്ളാഹ് എന്ന് പറയുന്ന ഖുറൈശികളുടെ ഇടയിലെ ജിന്നുകളിൽപ്പെട്ട ഒരു ദേവനെയാണ് ഇബ്രാഹിം ആരാധിച്ചിരുന്നത്. അബ്രഹാം ആരാധിച്ചിരുന്നത് യാഹ്വേ എന്ന സത്യ ഏകദൈവമായ പടച്ചതമ്പുരാനെയാണ് അബ്രഹാം ആരാധിച്ചിരുന്നത്. ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിരുന്നു, മക്കയിൽ വന്നു, മക്കയിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഭാര്യയെ ഹാജറിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ ഹാജറക്ക് സംസം കിണർ മക്കയിൽ കിട്ടിയത്. എന്നാൽ അബ്രഹാം ജീവിച്ചിരുന്ന മക്കക്ക് 1500 കിലോമീറ്റർ അകലെ ഇസ്രായേലിലെ ബർഷേബയിലായിരുന്നു. ബർഷേബയുടെ അടുത്തുള്ള ബർഷേബ മരുഭൂമിയിലാണ് കിണർ വന്നതും ആ കുട്ടിക്ക് വെള്ളം കിട്ടിയതും. അതിനപ്പുറത്ത് ഈജിപ്തിനും ഇസ്രായേലിനും ഇടയ്ക്ക് പാരാൻ മരുഭൂമിയിൽ താമസിച്ചു. സിനായ് പെനിൻസുല ക്രോസ് ചെയ്ത് വരുന്ന ഈജിപ്ഷ്യൻസ് നിന്ന് ഒരു പെൺകുട്ടിയെ, ഈജിപ്തിൽ പോയിട്ട് ഹാഗറ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇസ്മായിലിന് ഭാര്യയുമായിട്ട്, അതായത് അറബികളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ പറഞ്ഞ ഇസ്മായിലിന്. അവർ ഈജിപ്ഷ്യൻസാണ്. ഇസ്മായിൽ വെച്ച് ഈജിപ്ഷ്യൻസ് ആണ്, അല്ലാതെ അറബ്സ് അല്ല. അറബികൾ വേറെയാണ്, ടോട്ടലി ഡിഫറെൻ്റ്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് പേഗനുകളാണ് അറബ്സ് എന്ന് പറയുന്നത്. ഇസ്മായിലൈറ്റ്സ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻസ്. ആ കാര്യം ഇസ്മായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈജിപ്ഷ്യൻ, അപ്പൻ എബ്രായൻ, അതായത് ഹീബ്രു, എബ്രായൻ അതായത് അബ്രഹാം, ഏബറിന്റെ മകനാണ്, ഏബറിന്റെ സന്ധ്യ പരമ്പരയാണ്. ഈ രണ്ടിൻ്റെ മിക്സായ ഈജിപ്ഷ്യൻ്റെയും ഇസ്രായേലിൻ്റെയും മിക്സായ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ്റെയും എബ്രായൻ്റെയും മിക്സായ ഈ ഇസ്മായിൽ വിവാഹം കഴിച്ചത് ഈജിപ്ഷ്യനാണ്. അപ്പോൾ ഇസ്മായിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഈജിപ്ഷ്യൻസ് ആണ്. അപ്പോൾ ഈജിപ്തുകാരുടെ ഒരു തലമുറയാണ് ഇസ്മായിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ല അറബികളല്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ അബ്രഹാം പിതാവ്, ക്രൈസ്തവ വിശ്വാസത്തെ അബ്രഹാം പിതാവ്, ബൈബിളിലെ അബ്രഹാം പിതാവായിട്ട് യാതൊരു ബന്ധവും ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ആസറിന്റെ മോനില്ല. അപ്പോൾ ഇസ്ലാം മതം ഇബ്രാഹിമ്യ മതമാണ്. ആസറിന്റെ മകൻ ഇബ്രാഹിമ്യ മതമാണ് ഇസ്ലാം മതം. അവർ അല്ലാഹ് എന്ന് പറയുന്ന ഒരു പേഗൻ ദേവനെ, ജിന്നിനെ ഏകദൈവമായിട്ട് ആരാധിക്കുന്നു. നമ്മൾ അബ്രഹാം എന്ന തേരഹിന്റെ മകനായ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ അബ്രഹാം ആരാധിച്ച ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. യാഹ്വേ എന്ന സത്യേക ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ബിഷപ്പ് പാംപ്ലാനിക്ക് അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ നിലപാട് തിരുത്താൻ തയ്യാറാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു കാര്യം കണ്ടാൽ ഈ പറയുന്ന പാരാൻ മരുഭൂമി എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഒരു വാക്യത്തിന്റെ അടിസ്ഥാനം, പാരാ മരുഭൂമി ബൈബിളിൽ പറഞ്ഞ പാരാ മരുഭൂമി മക്കയിലായിക്കൂടെ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്തല്ല. പാരാ മരുഭൂമിയെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് സംഖ്യാപുസ്തകം 13 അധ്യായത്തിലും സംഖ്യാപുസ്തകം 12 അധ്യായത്തിലേക്ക് ഇസ്രായേലിന്റെ ചരിത്രം പറയുമ്പോൾ ഈ പാരാ മരുഭൂമി എല്ലാം ആ ചരിത്രത്തിനകത്ത് വരുന്നുണ്ട്. ഇത്രയും വ്യത്യാസങ്ങളുള്ള രണ്ട് സമൂഹങ്ങളാണ് അബ്രഹാമും അബ്രഹാമിന്റെ പിൻഗാമികളും, അല്ലെ അബ്രഹാമിൽ വിശ്വസിച്ച ദൈവത്തെ പിന്തുടരുന്ന ക്രൈസ്തവരും യഹൂദരും. അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹിനെ ആരാധിച്ചിരുന്ന ആസറിന്റെ മകൻ ഇബ്രാഹിമിന്റെ സന്തതി പരമ്പരയോ അല്ലാത്ത പരമ്പരയോ അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ കാര്യം, അവരുടെ പിതാക്കന്മാരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. അപ്പം ഇത് രണ്ടും അബ്രഹാമിയ മതമല്ല. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ എങ്ങാനും വല്ല നിലപാടും ഉണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഒരു കമ്മീഷനായിട്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പരിശോധിച്ച് ആ നിലപാട് തിരുത്താനാണ്, അതാണ് അന്തസ്. ഞങ്ങൾ അബ്രഹാമ്യ മതമാണ്, അവർ ഇബ്രാഹിമ്യ മതമാണ്. ഞങ്ങൾ തേരഹിന്റെ മകൻ അബ്രഹാമിന്റെ വിശ്വാസമാണ്, അവർ യാസറിന്റെ മകൻ ഇബ്രാഹിമിന്റെ വിശ്വാസമാണെന്ന് പറയാൻ താങ്കൾക്ക് നട്ടല് വിളക്കേണ്ട കാര്യമില്ല. അവരുടെ ഖുറാനകത്ത് പറയുന്ന കാര്യമാണ്.
അപ്പോൾ അത് കത്തോലിക്ക സഭ ഔദ്യോഗിക നിലപാട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അത് തിരുത്തിയില്ലെങ്കിലും സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പിന് ഒന്നുമില്ല. കാര്യം ഞാൻ ഒരു ബന്ധക്കോസ്തരൻ, ഞാനൊരു കത്തോലിക്കനല്ല. അതുകൊണ്ട് അത് എന്നെ ബാധിക്കുന്നില്ല. പക്ഷേ കത്തോലിക്ക വിശ്വാസികളെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരെ അത് ബാധിക്കുന്നത് കൊണ്ട് ആ ക്രൈസ്തവർ തന്നെ മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പൊതുവേദിയിൽ ഇനി ദൈവത്തെയോർത്ത് പറയരുത് എന്ന് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ ക്ലബ് ഹൗസ് ഡിസ്കഷൻ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.